ഹായ് വെൽക്കം ടു എജുപ്ലസ് ലേണിംഗ്. ICAR UG നിങ്ങളെല്ലാവരും CUT എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഐക്കർ കൊടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയാണ്. ഒരുപാട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ICAR രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. പല വിദ്യാർത്ഥികളും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് ഞങ്ങൾ കരുതേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇതിൻ്റെ അവസാനം വരെ കാണുക. നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് കരുതേണ്ടത്, ഏത് ലിങ്കിൽ പോയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ആദ്യം നിങ്ങൾ ഐക്കർ അഡ്മിഷൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് പബ്ലിക് നോട്ടീസിൽ ഇതിൻ്റെ നോട്ടീസ് വന്നില്ലായിരുന്നോ, നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കാണാം. അപ്ലൈ ചെയ്യേണ്ട പോർട്ടലിൻ്റെ ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ഇവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളോട് ചോദിക്കുന്ന ഡീറ്റെയിൽസുകളാണ്. രജിസ്ട്രേഷൻ ഫോം ഫോർ അഡ്മിഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് സെലക്ട് എൻട്രൻസ് എക്സാം. നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ക്വാളിഫൈഡ് CUET ICAR UG 2025 ഇതാണ് നമ്മുടെ എക്സാം. അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റർ CUET ICAR UG ആപ്ലിക്കേഷൻ നമ്പർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടോ, ഇവിടെയാണ് ആപ്ലിക്കേഷൻ നമ്പർ കാണുക. ഈ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. നെക്സ്റ്റ് നോക്കൂ, എൻട്രൻസ് എക്സാം റോൾ നമ്പർ, എൻട്രൻസ് എക്സാമിൻ്റെ റോൾ നമ്പർ. അത് നിങ്ങൾ ഇവിടെ കണ്ടോ, ഇതിൽ റോൾ നമ്പറും ഉണ്ട്, ആപ്ലിക്കേഷൻ നമ്പറും ഉണ്ട്. ഇത് രണ്ടിൽ ആപ്ലിക്കേഷൻ നമ്പർ മുകളിലും അതിന് താഴെയാണ് റോൾ നമ്പറും എഴുതേണ്ടത്. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ എൻ്റർ പാസ്വേഡ്. നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്വേഡ് നിങ്ങൾ ലോവർ കേസും ഒരു അപ്പർ കേസും ഒക്കെ ഉള്ള ഒരു പാസ്വേഡാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളോട് എന്ത് ചെയ്യും, ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്, 4+6 എത്രയാണ് അല്ലേ, അത് എത്രയാണെന്ന് അവിടെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂ ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഫോം. ഇതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിന്യൂ ടു കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ഫോം. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഭാഗം കണ്ടോ, കൺഫേം ഫീൽഡ് ഇൻഫർമേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ CUETയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ സ്കോർ കാണാം. പിന്നെ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഈ തുടങ്ങിയ കാര്യങ്ങൾ, ഇമെയിൽ ID. ഈ ഇമെയിൽ ID നമ്മൾ ശ്രദ്ധിക്കണം. 1 ടൈം പാസ്വേഡ്, അതായത് OTP വരുന്നത് ഈ ഇമെയിൽ IDയിലേക്കായിരിക്കും. അപ്പോൾ ഇൻബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ ഇമെയിൽ ID ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ ഇമെയിലിലേക്ക് വന്ന OTP ഇവിടെ അടിച്ചാൽ ഇങ്ങനെയുള്ളൊരു വിൻഡോ തുറന്നു വരും. ഇനിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. നിങ്ങൾ നോക്കൂ, ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. സെലക്ട് എക്സാം, ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുക്കുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നേരത്തെ നമ്മൾ കൊടുത്തത് തന്നെ ഇവിടെ കൊടുക്കുന്നു. ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് ലോഗിൻ ചെയ്യുക. വീണ്ടും ലോഗിൻ ചെയ്യുക. വീണ്ടും ഞാൻ ലോഗിൻ ചെയ്തു. നിങ്ങൾ നോക്കൂ, പുതിയ വിൻഡോ വന്നിട്ടില്ലേ. ഇവിടെ നമ്മുടെ പേരുണ്ട്, നമ്മളെ മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഫാദർ ക്വാളിഫിക്കേഷൻ. അവിടെ എന്ത് ചെയ്യണം, ഫാദറിൻ്റെ ക്വാളിഫിക്കേഷൻ കൊടുക്കുന്നത് ക്ലിക്ക് ചെയ്താൽ കണ്ട് 10th പാസ്, 12th പാസ്, ഗ്രാജുവേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുക. അടുത്തത് നമ്മൾ ഫാദർ ഒക്യുപ്പേഷൻ കൊടുക്കണം. ഇവിടെയുള്ള കൊടുക്കാൻ പറ്റുന്നത്. ഇനി നോട്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ, ഇതിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നു. അടുത്ത് നോക്കൂ, റെസിഡൻസ് പ്ലേസ്, നമ്മുടെ താമസിക്കുന്ന സ്ഥലം, അത് റൂറൽ ആണോ അർബൻ ആണോ കൊടുക്കേണ്ടത്. പിന്നെ ഡൊമിസിൽ, നമ്മൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ വരുന്നത്, ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ്. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മദറിൻ്റെ കാര്യങ്ങളാണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കൂ, മദറിൻ്റെ പേരുണ്ട്, മദറിൻ്റെ നാഷണാലിറ്റി കൊടുക്കണം, ക്വാളിഫിക്കേഷൻ കൊടുക്കണം, മദർ ഒക്യുപ്പേഷൻ കൊടുക്കണം, ഫാമിലി ആനുവൽ ഇൻകം ഓപ്റ്റ് ഫോർ UPS കാറ്റഗറി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, യെസ് ആണ് യെസ് എന്ന് കൊടുക്കണം, അല്ല എന്നോ കൊടുക്കണം. അപ്പോൾ ഓൾറെഡി എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കണം, പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കണം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ആദ്യം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾ നോക്കൂ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പെർമനൻറ്റ് അഡ്രസ് ആർ സെയിം. അപ്പം നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരു ടിക്കറ്റ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, രണ്ടും സെയിം ആയിട്ട് വരും. രണ്ടും വീണ്ടും എന്ത് ചെയ്യേണ്ട, നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതില്ല.
അടുത്തത് നമ്മളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. നോക്കൂ, 10th ഡീറ്റെയിൽസ്, റോൾ നമ്പർ കൊടുക്കുക, പാസിംഗ് ഇയർ കൊടുക്കുക, മാക്സിമം മാർക്ക് അതിൽ, അതായത് 10th മാക്സിമം മാർക്ക് എത്രയാണ്, നമ്മൾ ഒബ്റ്റൈനഡ് മാർക്ക് എത്രയാണ്, പേഴ്സൻറ്റ് കൊടുക്കുക, എത്ര പെർസെൻ്റ് ആണ്. നെക്സ്റ്റ് 12th സെലക്ട് ദ 12th ബോർഡ്, നമ്മൾ ബോർഡ് കൊടുക്കണം, നമ്മൾ ഏതൊക്കെ ബോർഡുകളാണ്, അതിലുള്ള റോൾ നമ്പർ കൊടുക്കുക, പാസിംഗ് ഇയർ, മാക്സിമം മാർക്ക്, അതുപോലെ ഒബ്റ്റൈനഡ് മാർക്സ്, അതിൻ്റെ പെർസെൻറ്റേജ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 12th ക്ലാസ് സബ്ജക്റ്റുകൾ, ഇവിടെയാണ് നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഓരോന്നായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ മാക്സിമം മാർക്ക്, ആ സബ്ജക്റ്റിലെ മാക്സിമം മാർക്ക്, അവിടെ ഒബ്റ്റൈനഡ് ആയിട്ടുള്ള മാർക്ക്, പെർസെൻറ്റേജ്, ഇതാ നമ്മൾ ഓരോ സബ്ജക്റ്റുകൾ ഇവിടെ കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് CUET-ലെ ഐക്കർ UG 2025 സബ്ജക്ട് അപ്പിയർഡ് ഓർ ഒപ്റ്റഡ് ഫോർ റാങ്ക് ജനറേഷൻ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് PCB അല്ലേ, നമ്മൾ CUET വഴി നിങ്ങൾ PCB എഴുതിയവരുണ്ടാവും, ചിലപ്പോൾ അഗ്രികൾച്ചർ കൂടി എഴുതിയവരുണ്ടാവും, മാത്തമാറ്റിക്സ് എഴുതിയവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ സെലക്ട് ചെയ്യാം, അവിടെ റാങ്ക് ജനറേഷൻ, അതായത് ഇത് കഴിഞ്ഞാൽ, ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടം എന്താണ്, റാങ്ക് അല്ലേ, ഐക്കർ ഒരു റാങ്ക് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യും. അപ്പോൾ റാങ്ക് ജനറേഷന് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മുടെ സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ കണ്ടോ, ഡിക്ലറേഷൻ, ഐ അഗ്രി, ഈ ഡിക്ലറേഷൻ ഇതൊന്ന് വായിച്ച് നോക്കാം. ഇവിടെ എന്ത് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഇവിടെ ചെയ്ത് അപ്ഡേറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക, ലോക്ക് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്താൽ നമുക്ക് ഇത് പ്രിൻ്റ് ഔട്ട് ചെയ്യാം, നിങ്ങളുടെ മൊബൈലിലേക്ക് അതിൻ്റെ മെസ്സേജും വരുന്നതാണ്. തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കുറച്ച് മാർക്കേ ഉള്ളൂ, ഇനി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. നിങ്ങൾ മനസ്സിലാക്കുക, 2ാം തീയതി മുതൽ 8ാം തീയതി വരെയാണ് ഇതിൻ്റെ ഡേറ്റ് ഉള്ളത്. മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ CUET, NCET തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ അപ്ലൈ ചെയ്തു, പല യൂണിവേഴ്സിറ്റിയിൽ അവർ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ ICAR-ന് കാത്തിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതില്ല, കാരണം ചിലപ്പോൾ നമുക്ക് ചെറിയ മാർക്കാണെങ്കിലും കിട്ടിയേക്കാം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ മാർക്കുള്ളവരും കൂടുതൽ മാർക്കുള്ളവരും എല്ലാവരും തന്നെ, നിങ്ങൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ICAR-ന് കീഴിൽ ഏതെങ്കിലും കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും അതിൽ ജോയിൻ ചെയ്യുക, എന്നാൽ ഡേ ടു ഡേ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്ര മാർക്കായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക. അത് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് മാർക്ക് കുറവാണ് എന്നൊന്നും വിചാരിച്ച് ആരും എന്ത് ചെയ്യേണ്ട, രജിസ്റ്റർ ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്